ആ പരാതി കൊടുത്ത ഒരാൾ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. നേരത്തെ ചോദിച്ചപ്പോൾ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാത്തത്. സുഹൃത്തിന് മനസ്സിലാവുമെങ്കിൽ സംസാരിക്കണം. എന്ത് അനുഭവമാണ് പങ്കുവയ്ക്കാനുള്ളത്? ഹലോ, കേൾക്കാം, എനിക്ക് പറഞ്ഞോളൂ. മാഡം, ഞാൻ അവിടെ 2 വർഷത്തിന് മുകളിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ മാനേജർ ആക്കാൻ തുടങ്ങി. ഞാനും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടാണ് പോയത്. ഈ പോയ സമയത്ത് ഈ യൂസഫ് പറഞ്ഞതുപോലെ തന്നെയാണ് അവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് പോണ ദിവസങ്ങളിൽ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് ഫുഡ് കഴിച്ചാൽ പ്ലേറ്റ് കഴുകാൻ വരെ അവിടെ ആളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് പറഞ്ഞു. ആദ്യത്തെ ദിവസം പോണ സമയത്ത് നമ്മൾ അവിടുത്തെ എന്താണ് വർക്ക് എന്ന് പറയുന്നത്, ഓഫീസിനെ തിരുന്നാൽ മതി, പിറ്റേന്ന് രാവിലെ തൊട്ടാണ് ട്രെയിനിങ് തുടങ്ങാന്നൊക്കെ പറയും. പിന്നെ പിറ്റേന്ന് രാവിലെ ആവണത് ഒരു 7 മണിയാണ് നമ്മൾ ഫോണിനെ വാങ്ങിച്ചു വയ്ക്കും. കാരണം ട്രെയിനിങ് സമയത്ത് ഫോൺ അലൗഡ് അല്ലെന്ന് പറഞ്ഞു. പിന്നെ ആ ഫോൺ നമുക്ക് വൈകിട്ടേ തരും. വൈകിട്ട് ആ ഫോൺ തന്നാലും നമ്മളെ കൂടെ ആൾ നിൽക്കും. അപ്പൊ നമുക്ക് വീട്ടിലൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം പിന്നെ അവിടെ ഫുള്ള് മോട്ടിവേഷൻ ക്ലാസ് ആണ്. അങ്ങനെ മോട്ടിവേഷൻ കേട്ട് നിൽക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ രാവിലെ സർക്കിൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പണിഷ്മെന്റ് ഒക്കെ തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ട്രെയിനിങ് കഴിഞ്ഞ് 6 മാസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞതാ. 7ത്തെ മാസം ഞാൻ ചോദിച്ചു 6 മാസം കഴിഞ്ഞല്ലോ. അപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞാൽ 1 മാസം കൂടെ എക്സ്ട്രാ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയ ശേഷം 2 വർഷം അടുപ്പിച്ച്, അതായത് 1 വർഷവും 8 മാസവും കറക്റ്റായിട്ട് പറഞ്ഞ 1 വർഷം 8 മാസവും അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഇതുകൊണ്ട് നിങ്ങൾക്ക്, അതായത് ഇന്ത്യക്ക് പുറത്തായാലും ഏത് കമ്പനിയിലൂടെ കയറാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ വാക്കിന്റെ പുറത്ത് വിശ്വസിച്ചാണ് അവിടെ നിന്നത്. പിന്നെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊമോഷൻ ആവുന്ന സമയത്ത് സാലറി തരാമെന്ന് പറയും. അതുപോലെ തന്നെയാണ്. അപ്പോഴും നമുക്ക് വലിയ എമൗണ്ട് എന്ന് പറയും, ഇത്ര എമൗണ്ട് നിനക്ക് തരണം എന്ന് പറയും. എന്നിട്ട് തിരിച്ച് എല്ലാ ഫംഗ്ഷൻ കഴിഞ്ഞ് എല്ലാവരും പോണതും ആ പൈസ തിരിച്ചങ്ങ് വാങ്ങും. മറ്റൊരു ബാക്കിയുള്ള കാണിക്കാൻ വേണ്ടി. അപ്പൊ കുറച്ചൊരു പോസിറ്റീവ്സ് അവിടെ ഉണ്ടാവുമല്ലോ. കാരണം ബാക്കി കുട്ടികളും കൂടെ എനിക്ക് നാളെ ഇതുപോലെ കിട്ടും എന്നുള്ള ഉറപ്പിൽ നിൽക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു ഇത് കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞു. പിന്നെ ഈ ഹുബൈൽ എന്ന് പറഞ്ഞാൽ അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഏജന്റ് പോലെ മാത്രമാണ്. കാരണം ഹുബൈലിന്റെ കീഴിലാണ് നമ്മൾ നിന്നത്. അവിടെ അസിസ്റ്റന്റ് മാനേജർ ആക്കുന്നത്. പക്ഷെ ഒരു PF ഇല്ല. അത് നമുക്ക് വേറെ ഒരു നമുക്കായിട്ടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവിടെ. ഏത് കമ്പനിയിലായാലും PF ഉണ്ടാവും. ഇവിടെ PF ഇല്ല. ജോലിക്കാരാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഇല്ലല്ലോ. ഒരു രേഖയില്ല. കാരണം ഒരു ഓഫർ ലെറ്റർ വന്നിട്ടില്ല. അങ്ങനെയാണ് അവിടുത്തെ. പക്ഷെ നമുക്ക് ഇതുപോലെ വിളിക്കുമ്പോൾ പറഞ്ഞാൽ അവരെ സംസാരത്തിൽ നമ്മളങ്ങ് വീണ് പോകും. അത് അവിടുത്തെ സംസാരം പറഞ്ഞു. കാരണം സംസാരിച്ച് നമ്മളെ വീട്ടുകാരെ കൺവിൻസ് ചെയ്താക്കി അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പ്രയോജനമുണ്ട് എന്നുള്ള രീതിക്ക് ആക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് പുറത്ത് നമുക്ക് പറയാൻ പറ്റില്ല ഈ കാര്യം. കാരണം നമ്മൾ ഇപ്പം അവിടെ ഇതിപ്പോ കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ അവിടെ ഇപ്പൊ പോലീസ് പോയാലും അല്ല, ഇപ്പം ആരൊക്കെ ഇപ്പം കുറച്ച് ആൾക്കാർ ചേർന്ന് അവിടെ പോയി ചോദിച്ചാൽ കൂടി അവിടുത്തെ കുട്ടികൾ പറയൂല. കാരണം ഞാൻ നിന്ന സമയത്തും അവിടെ ഇതുപോലെ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ ആൾക്കാർ അവിടെ കുട്ടികൾ നമ്മൾ തുടങ്ങി തുടങ്ങിയാൽ ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന് വേണം പറയാനായിട്ട്. കാരണം നഷ്ടം നിങ്ങൾക്കാണ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ ഇപ്പൊ നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോയാൽ ഇത്രയും വർഷം നിങ്ങൾ കമ്പനിക്ക് വേണ്ടി പണി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും നേടാൻ പറ്റിയില്ല, നഷ്ടം നിങ്ങൾക്കാണ്. അപ്പൊ അതിനനുസരിച്ചാണ് നിൽക്കാനായിട്ട്. അതുപോലെ ഇപ്പൊ ഇന്ന് അവിടെ പോയാൽ കൂടി അവിടുത്തെ കുട്ടികൾ അങ്ങനെ പറയും. ഇതിപ്പോ അറിയണോ കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ കുട്ടീനെ വിളിച്ച് നിർത്തി അവരെ വീട്ടിൽ വിളിച്ച് കാര്യം പറയും. ഇങ്ങനെയാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഓക്കെ ആണെങ്കിൽ നിൽക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും ഞാൻ ഉൾപ്പെടെ വീട്ടിൽ പറയാനാണ് നിന്നിട്ടുള്ളത്. കാരണം 6 മാസം നിങ്ങൾ ഇതിന്റെ മാനേജർ പൊസിഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന ഒരാളാണല്ലോ. അപ്പോ എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരായ ഒരു പരാതിയും പരിഗണിക്കാതെ പോകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇയാൾക്ക് ഇത്രയധികം ആളുകളെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഞാൻ അവിടെ നമ്മൾ മാനേജർ ആവുന്ന സമയത്ത് തന്നെ ഇപ്പം വെച്ചാൽ നമുക്ക് ട്രെയിനിങ് പീരീഡ് തന്നെ അവിടുത്തെ ശേഷം ഒരുപാട് ആൾക്കാരെ ഫോട്ടോ കാണിച്ചിരുന്നു. ഇതൊക്കെ എന്റെ കൂട്ടന്മാർ, ഇതൊക്കെ ഇവിടെ എറണാകുളത്തുള്ള പേര് കേട്ട ഗുണ്ടകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ നോക്കിക്കോളും, നിങ്ങൾ ഒന്നും നോക്കണ്ട, അങ്ങനെയൊക്കെയാണ് സംസാരിക്കണം. പക്ഷേ ഇത് തന്നെ നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചു. ഞാൻ അന്ന് കാണിച്ചിരുന്ന ഫോട്ടോയ്ക്ക് ഓർമ്മയുണ്ടല്ല, അവന്മാരൊക്കെ വീട് കയറി പണിയും കമ്പനിക്കെതിരെ പ്രവർത്തിച്ച ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തി നിർത്തുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് പറഞ്ഞല്ലേ, ബംഗാളിൽ കൊടുക്കുന്നതിനേക്കാളും ചോറും ഉപ്പും മുളക് പൊടിയും മാത്രമുണ്ട്. ഇത്രയും ആ ബ്രാഞ്ചിലുള്ളൂ. ഈ ഉപ്പും മുളക് പൊടിയും വെള്ളത്തിനോടെ ഒഴിച്ചിട്ട് ചോറിലൊഴിച്ച് കഴിക്കണം. ഇങ്ങനെ കഴിച്ച് ഒരുപാട് കുട്ടികൾക്ക് ശരീരത്തിന് അലർജി വരും. എനിക്ക് ശരീരത്തിന് അലർജി ഉണ്ട്. ഈ അലർജി വന്ന കേസ് പറയപ്പോ കൂടി വീട്ടിൽ വിട്ടില്ല. ഇപ്പം ഞാൻ വീട് എന്റെ കൈ ഒടിഞ്ഞായിരുന്നു. കൈ ഒടുങ്ങി ഞാൻ അവിടെ തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ പോയതാ. ഹോസ്പിറ്റലിൽ പോയപ്പോ MR സ്കാൻ എഴുതി തന്നു. അത് കാണിച്ചപ്പോൾ എടുത്ത് പറഞ്ഞു അത് ആ സ്കാൻ റിപ്പോർട്ടിനെ അവർ കയറി കളഞ്ഞു. അത് ഈ ഹുബൈൽ എന്ന് പറഞ്ഞ ആള് കയറി കളഞ്ഞിട്ട് പറഞ്ഞു. ഹുബൈലും പിന്നെ അവിടുത്തെ അശ്വിൻ എന്ന് പറഞ്ഞൊരു മാനേജർ ഉണ്ട് ഇവിടെ കോഴിക്കോടുള്ള. ഈ പുള്ളിയും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോന്ന് ഒരു പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിച്ചിട്ട് പോയാൽ ഇത് വലിയ കാര്യം എന്നുള്ളതായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നിട്ടാണ് പോയത്. എന്നിട്ട് നാട്ടിൽ വന്നപ്പോ കൂടി എന്നെ വിളിച്ചിറങ്ങി ഇവിടെ ഓഫീസിൽ വന്നിരുന്നാൽ മതി, നിനക്ക് ബാഗ് ഒന്ന് എടുക്കാൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അവിടെ പോയിട്ട് 2 ദിവസം 3 ദിവസം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കുഴപ്പമില്ല, ഒറ്റയ്ക്കല്ലേ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് ബാഗ് തൂക്കി പോകാലെന്ന് പറഞ്ഞ് വീണ്ടും ഫീൽഡിൽ ഇറങ്ങി. എന്ത് അസുഖം വന്നാലും ആശുപത്രിയോ ചികിത്സയോ ഇല്ല അല്ലേ? അവിടെ ഓഫീസിൽ തന്നെ പാരസെറ്റമോൾ ഗുളിക ഉണ്ടാവും, അതെടുത്ത് കഴിക്കുക. എന്ത് അസുഖം വന്നാലും ഈ ഗുളിക കഴിക്കുക, പോവുക, അത്രേ ഉള്ളൂ. കാരണം പറയാന്ന് പറഞ്ഞാൽ ഒരാൾ കടന്നു കഴിഞ്ഞാൽ ബാക്കി നാളെ അടുത്ത കാലി തന്നെ പറയുമ്പോൾ അവനെയും കടത്തണമല്ലോ. അങ്ങനെ കാരണം നമ്മളൊരു മാതൃകയാവണമെന്ന രീതിക്കാണ് ഇറക്കിയത്.
അതുപോലെ തന്നെ അവിടുത്തെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യൂസഫ് കുറച്ച് ദിവസം അവിടെ നിന്നു. ഇത്രയും വർഷം നിന്നിട്ട് പണിഷ്മെന്റ് പറഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിന്റെ ക്ലോസറ്റ് നക്കിപ്പിക്കുക. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡിന്റെ വേസ്റ്റ്, അതായത് നമ്മൾ എല്ലാവരും കഴിച്ചിട്ട് ബാക്കിന്റെ വേസ്റ്റിനെ പിറ്റേന്ന് അതായത് തലേദിവസം കഴിച്ചിട്ട് വെച്ച വേസ്റ്റ് ആണ്, പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ മീറ്റിംഗിന്റെ ഇത് നമുക്ക് മീറ്റിംഗ് ആയിട്ട് നടത്തുന്നതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആ ചോറിനെ നമ്മളെ കൊണ്ട് തറയിൽ വെച്ചിട്ട് അത് കടിച്ചെടുക്കാൻ പറയും. ബിസ്ക്കറ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് തറയിട്ട് അത് നക്കി തിന്നാൻ പറയും. അതുപോലെ തന്നെ ഈ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് പറയുന്ന തോർത്ത് മുക്കിയത്. ഇത് മാത്രമല്ല, അവിടെ എന്ന് പറഞ്ഞാൽ ബെൽറ്റ് എടുത്ത് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എന്തെങ്കിലും ഇപ്പം മാനേജറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആവുമെന്ന് വിചാരിക്കും. പക്ഷേ മാനേജറായി കഴിഞ്ഞാലാണ് കൂടുതൽ നമുക്ക് വെച്ചാൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കാണൂല, അവിടുത്തെ ബാക്കി പുതിയതായിട്ടുള്ള ആരും കാണൂല. ബാക്കി അല്ലാതെ അതിന് പുറമെയാണ്. അതുപോലെ തന്നെ ദുബൈയിൽ നിന്ന പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് ബെഞ്ചിൽ പോകും, പകല് പോകൂല. പുള്ളി എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 7 മണി കഴിഞ്ഞിട്ടേ പോകും. അതെന്തിനാണ് ഇത് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിപ്പോ അന്ന് ഒരു കുട്ടി പരാതി കൊടുത്തായിരുന്നു. അപ്പോഴും രാത്രി അവരെ അഭിനന്ദിക്കാൻ വേണ്ടി പോയെന്നാണ് പറയുന്നത്. ഈ ലേഡീസ് മാത്രമുള്ള സ്ഥലത്ത് രാത്രി ഒരാൾ പോണത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, നമുക്കത് എല്ലാവർക്കും അറിയാന്നുള്ളത്. പക്ഷേ ഈ പുള്ളി രാത്രിയെ പോകും അഭിനന്ദിക്കാന്ന് പറഞ്ഞിട്ടാണ് അന്നൊരു കുട്ടിനെ വിളിച്ചതുപോലെ പീഡന ശ്രമം എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തത്. അതിന് പിന്നാലെ നമ്മളൊരു കേസ് കൊടുത്തായിരുന്നു. അതിന് വലിയ വിധിയൊന്നും ആയില്ല. കാരണം അതിനെ ഞാൻ വിളിച്ചായിരുന്നു, ഞാൻ വരുമ്പോൾ വിളിച്ച് ചോദിച്ചു. ഒരു തൊട്ടടുത്ത ദിവസം തന്നെ വിളിച്ചായിരുന്നു, പറഞ്ഞാലൊക്കെ കംപ്ലൈന്റ് തന്നായിരുന്നു. ഉടനെ പുള്ളിനെ ചോദിച്ചാൽ എന്റെ വീട് എവിടെയാണ്, ഞാൻ അവിടെ തിരുവനന്തപുരത്താണ്. അപ്പോഴവർക്ക് ഉറപ്പായി എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ഓഫീസിൽ അവിടെ സ്റ്റേഷനിൽ വന്ന് അന്വേഷിക്കില്ലെന്ന്. അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഓഫീസിൽ ഇവിടെ സ്റ്റേഷനിൽ വന്ന് അന്വേഷിച്ചിട്ട് പോകുന്നു പറഞ്ഞു. അങ്ങനെയാണ് അവിടെ പോലീസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായ കാര്യം പറഞ്ഞു. ശരി, ഇത് കേരളം കേട്ടുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഇനി ഒരു മണിക്കൂർ കൂടി സംസാരിച്ചാലും നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കും. ഒരുപാടുണ്ട് പറയാനായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഞാൻ ഈ രണ്ട് മുകളിൽ നിന്നിട്ടുണ്ട്. എപ്പോഴും ഒരു മനുഷ്യന് അനുഭവിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി അനുഭവിക്കും. അവിടെ ചോര നീരാക്കി ഇത്രയും പണിയെടുത്താൽ കൂടി ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, സാലറി ഇല്ല, നമുക്ക് പറയാനായിട്ട് ഒരു ജോലിയില്ല, ഒരു പൊസിഷൻ ഇല്ല. പക്ഷെ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ അവിടെ കുട്ടികൾ. അതാണ് അതിൽ നമുക്ക് ഇപ്പം ചെയ്യേണ്ടത് പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ഈ വീഡിയോ ഈ ന്യൂസ് കാണുന്ന എല്ലാവരും ചെയ്യേണ്ടത് പറഞ്ഞാൽ അവരവരെ മക്കൾ എവിടെയാണ് ജോലിക്ക് പോയിരിക്കണമെന്ന് അന്വേഷിക്കുക. എന്ത് ജോലിയാണ് പോയി അന്വേഷിക്കുക. നമ്മളിപ്പോൾ ഫോണിൽ വിളിച്ചിട്ടല്ലേ, പോയി അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാവും. വാടക വീട്ടുകളിലേക്ക് കൂടുതൽ താമസിക്കാൻ തുടങ്ങി. ഇവിടെയൊക്കെ ഈ കമ്പനിയിലോട്ട് ഇവിടുന്ന് ലോഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ രാത്രി ഒരു 10-11 മണി കഴിഞ്ഞിട്ടായിരിക്കും ലോഡ് കൊണ്ടുപോകണം. അത് ചുറ്റുപാടുള്ള ബാക്കി ആൾക്കാരൊക്കെ ഉറങ്ങിയതിന് ശേഷം ലോഡ് വെച്ചു. അപ്പം ബാക്കിയുള്ളവർക്കൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ